നടി ബീന കുമ്പളങ്ങിയെ സഹോദരിയും ഭർത്താവും ചേർന്ന് കൊല്ലാക്കൊല ചെയ്ത് സ്വന്തം വീട്ടിൽ നിന്നും ഇറക്കിവിട്ട സംഭവം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. പിന്നീട് നടി സീമാജി നായരും കൂട്ടരും ചേർന്നാണ് നടിയെ ഒരു അനാഥാലയത്തിലേക്ക് മാറ്റിയത്. ഇപ്പോഴിതാ ആ അനാഥാലയത്തിൽ നിന്നും ബീന കുമ്പളങ്ങി വീണ്ടും മാറിയിരിക്കുകയാണ്. സംവിധായകൻ ശാന്തിവിള ദിനേശ് ബീനയെ അന്വേഷിച്ചെന്നപ്പോഴാണ് ഇക്കാര്യങ്ങൾ പുറത്തിറങ്ങിയത്. ഒരു നടി ബീനയ്ക്ക് നൽകുവാൻ കുറച്ചു പണം ശാന്തിവിള ദിനേശിനെ ഏൽപ്പിച്ചിരുന്നു. ഈ കാശുമായി പോയപ്പോഴാണ് അനാഥാലയത്തിൽ നിന്നും ബീന പോയെന്നറിഞ്ഞത്. ജീവിതത്തിലെ നല്ല കാലം അത്രയും സിനിമാ സീരിയൽ രംഗത്ത് പ്രവർത്തിച്ച ബീന കുമ്പളങ്ങിക്ക് സ്വന്തമായി ഉണ്ടായിരുന്ന കിടപ്പാടവും ഭർത്താവിൻ്റെ ചികിത്സയുടെ ഭാഗമായി പണയം വെച്ച് നഷ്ടമായിരുന്നു. അങ്ങനെയിരിക്കെയാണ് ഒരു വീടില്ലാതെ ദുരിതക്കയത്തിൽ മുങ്ങി നിൽക്കവേ സ്ഥലമുണ്ടെങ്കിൽ വീട് നൽകാം എന്ന് അമ്മ സംഘടന ബീന കുമ്പളങ്ങിയെ അറിയിച്ചത്. തുടർന്ന് സഹോദരൻ ഒരു 3 സെന്റ് സ്ഥലം നൽകുകയും അതിൽ അമ്മ സംഘടന ഒരു വീട് വെച്ച് നൽകുകയും ചെയ്തു. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് അമ്മ മരിച്ചതോടെ തനിച്ചായിരുന്നു ബീന അവിടെ താമസിച്ചിരുന്നത്. തുടർന്നാണ് ആരെങ്കിലും സഹായത്തിന് വേണമല്ലോ എന്ന് കരുതി വീടില്ലാതിരുന്ന സഹോദരിയെയും ഭർത്താവിനെയും 2 മക്കളെയും ഒപ്പം താമസിപ്പിച്ചത്. എന്നാൽ വൈകാതെ ആ വീട് അവർക്ക് നൽകണമെന്നാവശ്യപ്പെട്ട് ബീനയെ മാനസികമായി നിരന്തരം പീഡിപ്പിക്കുവാൻ തുടങ്ങി. മരുന്നും ഭക്ഷണവും പോലും നൽകാതെ വാക്കുകളാൽ അധിക്ഷേപിക്കുകയായിരുന്നു അവർ. തുടർന്നാണ് ബീന നടി സീമാജി നായരെ നിരന്തരം ഫോണിൽ വിളിക്കുകയും ആത്മഹത്യയുടെ വക്കിലാണ് താനെന്ന് പറയുകയും ചെയ്തത്. നിരവധി തവണ ഫോൺ കോളുകൾ ചെന്നപ്പോൾ സീമയ്ക്കും നടിയുടെ അവസ്ഥ പന്തിയല്ല എന്ന് വ്യക്തമായി. തുടർന്ന് ഉടൻ തന്നെ വീട്ടിലേക്കെത്തിയ സീമാജി നായർ കണ്ട കാഴ്ച ഞെട്ടിക്കുന്നതായിരുന്നു. തുടർന്നാണ് നടിയെ അനാഥാലയത്തിലേക്ക് മാറ്റിയതും. ഷുഗറും പ്രഷറും അടക്കമുള്ള രോഗങ്ങളാൽ വലയുന്ന ബീനയ്ക്ക് പരസഹായമില്ലാതെ യാത്ര ചെയ്യാൻ പോലുമാകാത്ത അവസ്ഥയിലായിരുന്നു. അങ്ങനെയൊരു ആരോഗ്യാവസ്ഥയിൽ നിൽക്കവെയാണ് നടിയെ ബന്ധുക്കളും കൈയൊഴിഞ്ഞത്. തുടർന്ന് വലിയ സൗകര്യങ്ങളുള്ള ഒരു വീട് പോലെ തന്നെ കഴിയാവുന്ന അനാഥാലയത്തിലേക്കാണ് സീമാജി നായർ ബീനയെ എത്തിച്ചത്. അത് വലിയ വാർത്തയായി മാറുകയും ചെയ്തിരുന്നു. 62 വയസ്സുള്ള നടിക്ക് അമ്മ സംഘടന നൽകുന്ന 5000 രൂപയായിരുന്നു ഏക വരുമാന മാർഗമായി ഉണ്ടായിരുന്നത്. അത് വാങ്ങി അനാഥാലയത്തിൽ കഴിയവെയാണ് വീടിനു വേണ്ടി നടത്തിയ പോരാട്ടം ഫലം കണ്ടത്. സഹോദരിയെയും ഭർത്താവിനെയും പോലീസ് വീട്ടിൽ നിന്നും പുറത്താക്കുകയും വീടിൻ്റെ താക്കോൽ ബീനയെ തിരികെ ഏൽപ്പിക്കുകയുമായിരുന്നു. 2 ആഴ്ചയായി അവിടെയാണ് ബീന താമസിക്കുന്നത്. പക്ഷേ കയറി താമസിക്കുവാൻ കഴിയുന്ന അവസ്ഥയിലല്ല ഈ വീടുള്ളത്. വീട് പണി സ്പോൺസർ ചെയ്ത മാധ്യമ സ്ഥാപനവും കോൺട്രാക്ടറും തമ്മിൽ തെറ്റുകയായിരുന്നു. ബാക്കി വർക്ക് ചെയ്യാതെ കോൺട്രാക്ടർ പോവുകയും ചെയ്തു. ബീനയ്ക്ക് വീട്ടിൽ കയറി താമസിക്കണമെങ്കിൽ ഇനിയും കുറേ കാശ് വേണം. പരാതി പറയുകയല്ല, അമ്മയോടും സഹായിക്കാൻ വന്ന മാധ്യമ സ്ഥാപനത്തോടും തീർത്താൽ തീരാത്ത കടപ്പാടുണ്ട്. പക്ഷേ കുറച്ച് കാശ് മുടക്കിയാലേ വീട്ടിൽ കയറി താമസിക്കാൻ പറ്റൂ. മഴക്കാലം വരുന്നതിനാൽ തന്നെ അതിനു മുന്നേ വീട്ടിൽ കയറി താമസിക്കാനുള്ള പെടാപ്പാടിലാണ് ഇപ്പോൾ നടിയുള്ളത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.